5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ CWCയും അതുപോലെ തന്നെ ചിൽഡ്രൻസ് വെൽഫെയർ കമ്മിറ്റിയും ഒക്കെ എന്തിനാണ് നമ്മൾ ജാഗ്രതാ സമിതിയൊക്കെ? പത്തനംതിട്ടയിൽ ഈയിടെ നടന്ന നൌഷാദ് എന്ന് പറയുന്ന ഒരു വക്കീൽ ചെയ്തിട്ടുള്ള ഒരു ശുദ്ധ തോന്നിയവാസം. ഒരു ഒത്തുതീർപ്പ് കേസിന് ചെന്നിട്ട് അവിടുത്തെ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച്, ഇവനൊക്കെ നാണവും മാനവും ഉണ്ട്. എങ്ങനെയാണ് ഈ കക്ഷികൾക്കൊക്കെ കൊണ്ടു നടക്കാൻ കഴിയുന്നത്? ഇവിടെ വലിയ നല്ല രീതിയിലുള്ള പണ്ട് കാലത്തല്ലല്ലോ. ഞാനൊക്കെ പണ്ട് ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. ഞാനൊക്കെ നാട്ടിലുള്ളപ്പോ എന്റെ ഗ്രാമത്തിലുള്ളപ്പോ അവിടെ ഒരു നാടകം അവതരിപ്പിച്ചു. നാടകം അവതരിപ്പിക്കാൻ സ്ത്രീകളുടെ വേഷം കെട്ടാൻ ആരെയും കിട്ടിയില്ല. അങ്ങനെ സ്ത്രീകളുടെ വേഷം കെട്ടാൻ ആരെയും കിട്ടാത്തതുകൊണ്ട് ഒരു പുരുഷനെ സ്ത്രീ വേഷം കെട്ടിച്ച് ചിരട്ടയൊക്കെ വെച്ച് നെഞ്ചിലൊക്കെ വെച്ച് കെട്ടി സാരിയൊക്കെ ഉടുപ്പിച്ച് കയറ്റി, ബ്ലൗസൊക്കെ ഇട്ട് കയറ്റി. പക്ഷേ നാടകം ഇങ്ങനെ കൊടുമ്പരി കൊണ്ടുമ്പോൾ പ്രോംപ്റ്റർ ഉണ്ട്, അടുത്ത് നിന്ന് പറയുന്ന ബേക്കിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളുണ്ട്. അപ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള സംഘട്ടനമാണ് ജീവിതം എന്നാണ് ഈ കഥാപാത്രം പറയേണ്ടത്. പക്ഷേ സ്ത്രീയായി വന്ന കഥാപാത്രം കുറച്ച് വിക്കുള്ളത് കൊണ്ട് തന്നെ പറയുമ്പോൾ സംഘട്ടനം എന്ന് പറഞ്ഞു സംഘടനം എന്നായിപ്പോയി. അപ്പോൾ ഈ പ്രോംപ്റ്റ് ചെയ്യുന്ന ആൾ പറയുന്നു നന്മയും തിന്മയും എന്നുള്ള സംഘട്ടനം എന്ന് പറയുമ്പോൾ ഈ പ്രോംപ്റ്റ് ചെയ്യുന്ന സ്ത്രീ, അതായത് സ്ത്രീ വേഷം കെട്ടിയ ചെറുപ്പക്കാരൻ പറഞ്ഞു നന്മയും തിന്മയും തമ്മിലുള്ള സംഘട്ടനം വരുന്നില്ല പുള്ളിക്ക്. ഉടനെ തന്നെ ബാക്കിൽ നിന്ന് പറയടാ സംഘട്ടനം എന്ന് പറയടാ. അങ്ങനെ വീണ്ടും ഇയാൾ സംഘടന എന്നായി. അവിടെ ബാക്കിൽ നീ എന്താടാ സംഘട്ടനം എന്ന് പറയാത്തെന്ന് വെച്ചാൽ അവർ വഴക്കായപ്പോ ഇയാൾ എന്ത് ചെയ്തു? നീ പിടിച്ചോടാ എന്ന് പറഞ്ഞ് ഇയാൾ ഇങ്ങനെ കൈ താഴേക്ക് എടുത്തതും ഈ സാരിയും കൂടെ അങ്ങ് പോയി. ചിരട്ടയെല്ലാം കൂടി പറഞ്ഞ് താഴെ വീണ് നമ്മൾ വേണ്ട നാശക്കോട്ടയായി, നാടകം അശകോശയായി. ഞാനിത് പറഞ്ഞ കാര്യം അതിൽ നിന്ന് മാറി സ്ത്രീകൾ നാടകരംഗത്ത് വന്നു, സിനിമാ രംഗത്ത് വന്നു. ഇന്ന് ഒരുപാട് സംവിധാനങ്ങളിലേക്ക് സ്ത്രീകൾ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരുടെ ബന്ധങ്ങളിൽ മാറ്റം വന്നു. ഒരുപാട് കാര്യം വന്നു. പഴയ കാലമല്ല, ആ സമയത്താണ് ഇങ്ങനെ നാട്ടിൽ ഒരുപാട് സ്ത്രീകളെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനെങ്ങനെ താല്പര്യമുള്ള സ്ത്രീകളുണ്ട്, പുരുഷന്മാരൊക്കെ ഉള്ളൊരു കാലത്താണ് ഒരു വക്കീല് 18 വയസ്സിന് താഴെ പ്രായമുള്ള 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യും പോലെ പീഡിപ്പിക്കുന്നത്. ഇവനൊക്കെ ഏത് വക്കീലിടാ? ആരുടെ ഇവന് നിയമ സന്നത്ത് കൊടുത്തത്? അദ്ദേഹത്തിന്റെ ബാർ കൗൺസിൽ അപ്പൊ തന്നെ ചേർന്നിട്ട് അയാളെ സുന്നത്തല്ല വെട്ടേണ്ടത്, സന്നത്തും കൂടെ എടുത്ത് കളയണം. എന്തൊരു നാടാണിത്? ഒരു വക്കീൽ കയറി ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? CWCയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയും കൂടെ ഒരു ബന്ധുവിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി അതിനെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നു. അത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്ന DYSP, അദ്ദേഹത്തിന്റെ പേര് രാജപ്പൻ. നമുക്കൊരു VD രാജപ്പനുണ്ട്. എത്ര മനോഹരമായ കഥാപ്രസംഗം പറഞ്ഞ ആളാണ് രാജപ്പൻ. എത്ര നല്ല പേരാണ്. പക്ഷേ DYSP അതിന് കൂട്ടുനിന്നു. പിന്നെ ഒരു ശ്രീജിത്ത് സർക്കിൾ ഇൻസ്പെക്ടർ അതിന് കൂട്ടുനിന്നു എന്ന് പറയുന്നത്. രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു. ശരിക്കും CWC ഒക്കെ സസ്പെൻഡ് ചെയ്ത് വിടണമെന്നേ, ഡിസ്മിസ് ചെയ്യണമെന്നേ. പോക്സോ കേസുകളിൽ പുതിയ നിയമം ഉണ്ടാകേണ്ട കാലമായി. അതാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ കോടതി തുടങ്ങേണ്ട കാലമായി. ഈ സാധാരണ കോടതിയിൽ പോക്സോ കേസ് കേട്ടാൽ പോരാ. പോക്സോ കേസ് ഉണ്ടായാൽ 18 വയസ്സിന് താഴെയുള്ള ആണിനെയോ പെണ്ണിനെയോ ലൈംഗികമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ, അവരെ റേപ്പ് ചെയ്താൽ, അവരെ പീഡിപ്പിച്ചാൽ, അവരെ ഉപദ്രവിച്ചാൽ 6 മാസത്തിനകം നിയമ നടപടികൾ സ്വീകരിക്കപ്പെടണം. അവർ സർക്കാർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അഭിഭാഷകരാണെങ്കിൽ, ഡോക്ടർമാരാണ്, ആ സെക്കൻഡിൽ അവരെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. പിന്നെ നമുക്ക് കൊടുക്കാം. അവർ തെറ്റുകാരെല്ലാം തെളിഞ്ഞ് നമുക്ക് എല്ലാം കൊടുക്കാം. സർക്കാർ ജോലിയിലാണെങ്കിൽ അപ്പൊ ഡിസ്മിസ് ചെയ്യണം, ഉടൻ ഡിസ്മിസ് ചെയ്യണം. പിന്നെ നമുക്ക് അവർ തെറ്റുകാരല്ലെന്ന് കണ്ടാൽ നമുക്ക് കൊടുക്കാം. അവരുടെ ഭാഗത്താണ് നീതിയെങ്കിൽ തീർച്ചയായിട്ടും ജോലിയൊക്കെ തിരിച്ചു കൊടുക്കാം, എല്ലാ ആനുകൂല്യം കൊടുക്കാം. പക്ഷെ അപ്പോൾ സസ്പെൻഡ് ചെയ്യണം. ആധാർ കാർഡ് ഉൾപ്പെടെ തിരിച്ചു വാങ്ങിക്കണം, പാൻ കാർഡ് തിരിച്ചു മേടിക്കണം, എല്ലാം മേടിക്കണം, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യണം. ഒരു കാരണവശാലും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും 18 വയസ്സിന് താഴെ ഒരു കുഞ്ഞിനെയും കൈവയ്ക്കാൻ ഒരുത്തുകളെയും ഇവിടെ അനുവദിക്കാൻ പാടില്ല. ചില സ്ത്രീകളും കൊണ്ട് പാവപ്പെട്ട കൊച്ചു പയ്യന്മാരെ, ആൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിക്കുന്ന ഒരാളെ അനുവദിക്കാൻ പാടില്ല. പുരുഷന്മാരാണ് കൂടുതൽ, അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് പുതിയ കമ്മീഷൻ സർക്കാർ ആലോചിക്കട്ടെ. എന്തിനാ കാര്യം വഴിയെ പോണ എന്തിനെല്ലാം ഇവിടെ കമ്മീഷനുണ്ട്, എന്തുമാത്രം കോർപ്പറേഷനുകളുണ്ട്. അതുപോലെ ഗവൺമെന്റ് വളരെ സർവതന്ത്ര സ്വതന്ത്രമായ ഒരു ജുഡീഷ്യൽ കമ്മിറ്റി തന്നെ, ഒരു അതോറിറ്റി തന്നെ ഉണ്ടാക്കേണ്ടതാണ്. അതായത് പോക്സോ കേസിൽ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനകം അന്വേഷിച്ച് വിധിച്ചിരിക്കും, അല്ലെങ്കിൽ അതിന്റെ നടപടിയിലേക്ക് പോകും. പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തെളിവെടുപ്പ് പോലുള്ള കാര്യങ്ങളുണ്ട്. അത് പോട്ടെ, അത് എത്ര അപൂർവം കേസുകളല്ലേ വരികയുള്ളൂ. എന്നാലും പരമാവധി കേസുകൾ 6 മാസത്തിനകം അല്ലെങ്കിൽ 1 വർഷത്തിനകം തീർക്കുന്ന രീതിയിൽ ഒരു സംവിധാനം കോടതിയുമായിട്ട് കൂടെ ആലോചിച്ചുകൊണ്ട് ഒരു ജുഡീഷ്യൽ പോലെ ജുഡീഷ്യൽ ആയിട്ടുള്ള തന്നെ നല്ലൊരു തീരുമാനം ഉണ്ടാക്കി എടുക്കണം. CWC ഒക്കെ ഉടച്ചു വാർക്കേണ്ട സമയമായി. അതിനകത്തിരിക്കുന്ന ഒരു കാശ് വാങ്ങുന്നു, സ്ത്രീകൾക്ക് താല്പര്യമുള്ളവരുണ്ട്, മദ്യം വാങ്ങുന്നവരുണ്ട്, കുടിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ടീമുകളെയൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ രാജ്യത്ത് മുന്നോട്ട് പോകുക? പിന്നെ പാർട്ടിക്കാരാണ് ചെയ്തതെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങളുണ്ട്, ഭരണകക്ഷിയാണെങ്കിൽ പിന്നെ വേറെ ഇടപാടാണ്. ഇതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് നിർഭയമായി ഇവിടെ ജീവിക്കണ്ടേ? അവരൊരു ചോദ്യം ചോദിച്ചാൽ എന്ത് ഇരട്ട ചങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ കാര്യമെന്ന് പല ആളുകൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയണ്ടേ?
അതുകൊണ്ട് വളരെ അടിയന്തരമായി മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം, വകുപ്പ് മന്ത്രിമാർ ശ്രദ്ധിക്കണം. വീണ ജോർജ് ഒരു അമ്മയാണ്, ഒരു സഹോദരിയാണ്, ഒരു സ്ത്രീയാണ്. അവരും ഇത് ശ്രദ്ധിക്കണം. പോക്സോ കേസുകളിൽ അടിയന്തരമായ നിയമ നടപടികൾ ഉണ്ടാകണം. ആരെല്ലാം കൂട്ടുനിൽക്കുമോ അവർക്കെല്ലാം കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണം. ഈ രാജ്യത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരാണ്. അവരുടെ ശരീരത്തിന് പോറലേറ്റാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ ശരീരത്തിൽ പോറലേറ്റാൽ, അവർക്കൊരു മുറിവുണ്ടായാൽ അത് മനസ്സിലേക്ക് പോയാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവരുടെ ജീവിച്ചിരിക്കുമ്പോൾ. എത്രയോ വർഷം അവർ ജീവിച്ചിരിക്കും. ആത്മഹത്യയൊന്നും ചെയ്തില്ലെങ്കിൽ അവരുടെ ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പോക്സോ കേസുകളിൽ പുതിയൊരു നിയമം ഉണ്ടാകട്ടെ. അതിനൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കണം. അപ്പോൾ പത്തനംതിട്ട റാന്നിയിലുണ്ടായ ഈ സംഭവം, ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച സംഭവം, അത് വക്കീലാണെന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഗാംഭീര്യവും ഗൗരവവും ഇരട്ടിയാവുകയാണ്. കാര്യം നിയമം അറിയാമെന്നുള്ള വക്കീൽ തെറ്റ് ചെയ്താൽ, നിയമം ലംഘനം ചെയ്താൽ ഇരട്ടിയാണ് ശിക്ഷ. അതുകൊണ്ട് തീർച്ചയായും ഇത് ഗൗരവമായ ഒരു വിഷയമായി കേരള സർക്കാർ എടുക്കുമെന്ന് കരുതുന്നു. പൊതുസമൂഹം എടുക്കണം. അല്ലാതെ സാധാരണ ഒരു കേസ് പോലെ എഴുതി തള്ളി കോടതി പറയുന്നതനുസരിച്ച് സുപ്രീം കോടതി വരെ പോയി കേസ് പറഞ്ഞ് അവസാനം വിചാരണ തടവ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു തടവിലേക്ക് പോയി കോടതി പിന്നെ പരോളിൽ ഇറങ്ങി സുഖമായി വീണ്ടും വക്കീലന്മാരുടെ ഇടയിൽ വീണ്ടും രമിച്ച് നടക്കാൻ എന്തായാലും നൗഷാദ് വക്കീലിനെ സമ്മതിക്കരുത്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകില്ല എന്ന് നമുക്ക് കരുതാം. അതൊരു നൗഷാദിനോടുള്ള ശത്രുതയൊന്നുമല്ല. ഈ രംഗത്ത് ഇനി പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കൊച്ചുകുട്ടികളെ കൈവയ്ക്കാൻ പോകുന്ന എല്ലാവരെയും ുമുള്ള ഒരു പാഠമായിട്ടാണ് ഈ വിഷയത്തെ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്.